നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇതുവരെയും പഠിക്കാത്തവർ, ഇതുവരെയും ഫിസിക്സ് പഠിച്ചു തുടങ്ങിയിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ മാത്രമാണ്. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അങ്ങനെ ഉള്ളവർക്ക് നല്ല കിടുകാച്ചി സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ 3 ദിവസം, വെറും 3 ദിവസം കൊണ്ട് ഫിസിക്സ് ഫുള്ള് പഠിച്ച് നല്ലപോലെ റിവിഷൻ ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകാം. അന്നേരം ജയിക്കാനുള്ളവർക്ക് ജയിക്കാൻ, ഡബിൾ പാസ് മാർക്ക് മേടിക്കേണ്ടവർക്ക് ഡബിൾ പാസ്, A+, ഫുൾ മാർക്ക്, എല്ലാ ഗണത്തിലും ഇതൊക്കെയാണ്. ആർക്ക് വേണമെങ്കിലും ഈ സ്റ്റഡി ടൈം ടേബിൾ ഫോളോ ചെയ്യാം. അന്നേരം ഒന്നും പഠിക്കാത്തവർക്ക് പോലും വെറും 3 ദിവസം കൊണ്ട് എപ്പിടി ഇരിക്കേ. എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഇന്നിപ്പം ഈ വീഡിയോ കണ്ടിട്ട് ശേഷം 1 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ നല്ല കേട്ടോ. 1-2 മണിക്കൂർ പഠിക്കുന്നതാണെങ്കിൽ ഓക്കെ. നാളെ മാർച്ച് 20, ഞാൻ മാർച്ച് 19 രാത്രിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മാർച്ച് 20 വെള്ളിയാഴ്ച 5:30 മുതൽ 7:30 വരെ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ കൃത്യമായും നല്ല മിക്സ് ചെയ്താണ്, നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. രാവിലെ 5:30 എഴുന്നേക്കണം. 5:30 മുതൽ 7 മണി വരെ ലോസ് ഓഫ് മോഷൻ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്. 7:15 മുതൽ 8:30 വരെയും ലോസ് ഓഫ് മോഷൻ, 8:45 മുതൽ 9:15 വരെയും ലോസ് ഓഫ് മോഷൻ. നല്ല അടിപൊളിയായിട്ട് ലോസ് ഓഫ് മോഷൻ തീർക്കും, സൂപ്പറായിട്ട്. 9:15 മുതൽ 9:30 വരെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾ വേണമെങ്കിൽ 9 മണിക്ക് തീർത്തല്ല, അരമണിക്കൂർ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോ, കാര്യമായിട്ട് എടുത്തോ, അല്ലെങ്കിൽ 15 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. 9:30 മുതൽ 11 മണി വരെ അടുത്ത വെയിറ്റേജ് ഉള്ള ഏറ്റവും വലിയ ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. ചെറുതും വലുതുമായിട്ട് ഡെറിവേഷൻസ് ഉണ്ട്. 11:15 മുതൽ 12 വരെ ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ നല്ലതുപോലെ തീർക്കാൻ മാക്സിമം സമയമുണ്ട്. 12:30 മുതൽ 2:45 വരെ, നാളെ റമദാൻ പെരുന്നാളും ഒക്കെയാണ്, ആഘോഷിക്കേണ്ടവർക്ക് ആഘോഷിക്കാം. അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ റെഡിയാക്കിയാൽ മതി കേട്ടോ. ഇതൊക്കെ ഒരുപാട് പേര് വ്രതവും നോമ്പും ഒക്കെ നോക്കുന്നുണ്ട്. അന്നേരം അവർക്കൊക്കെയാണ്. ലഞ്ച് ബ്രേക്ക് ആൻഡ് റെസ്റ്റ്. 3 മണി മുതൽ 4:30 വരെ അടുത്ത ഒരു 8 മാർക്കിൻ്റെ ഉള്ള ചാപ്റ്ററാണ് മോഷൻ ഇൻ എ പ്ലെയിൻ. ഏതാ? പ്രൊജക്റ്റൈലും പാരലോഗ്രാമും ട്രയാങ്കിൾ ലോയും സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഒക്കെ ഉള്ള ചാപ്റ്റർ. 4:45 മുതൽ 6:15 വരെ മോഷൻ ഇൻ എ പ്ലെയിൻ. 6:30 മുതൽ 7 മണി വരെ നമ്മുടെ എല്ലാ സ്റ്റഡി ടൈം ടേബിളിനകത്തുള്ളതാണ് പ്രയർ. നമ്മൾ നാമജപോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കുക, അല്ലാത്തൊരു ഫ്രീ ആയിട്ട് നടക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക. 7 മുതൽ 8:30 വരെ ഫിസിക്സിലെ ആകെയുള്ള ഒരു ചെറിയ ചാപ്റ്റർ എന്ന് പറയുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. എത്രാമത്തെ ചാപ്റ്ററാ? 8ാമത്തെ ചാപ്റ്ററാണ്. 1.5 മണിക്കൂർ മതി, സിമ്പിൾ. ഒരു 4 മാർക്ക് 5 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്. 8:30 മുതൽ 9 മണി വരെ ഡിന്നർ. അത് നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ഡിന്നർ ആകാം. 9 മണി മുതൽ 10:30 വരെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് 1.5 മണിക്കൂർ കൊണ്ട് തീരും. വേണമെങ്കിൽ കുറച്ചുകൂടെ സമയം എടുത്ത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചാൽ പോലും അത് ഓക്കെയാണ്. ഈ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റർ ഏതൊക്കെയാന്ന് നോക്കിയോ. 1, 2, 3, 4, ഏകദേശം 5 ചാപ്റ്റർ. ഏകദേശം 5 ചാപ്റ്റർ സൂപ്പറായിട്ട് പഠിച്ചു തീർക്കാം 20-ാം തീയതി കൊണ്ട്, അതായത് നാളെ കൊണ്ട്. ഇനി 21-ാം തീയതി വേണ്ട, കറക്റ്റായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് അന്ന് തീർക്കാത്തവർക്ക് അടുത്ത ദിവസം 5:30 മുതൽ 7 മണി വരെ, അതിൽ കൂടുതൽ വേണ്ടല്ലോ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് തീർക്കാം. ഡയമെൻഷൻസ് നല്ല കിണ്ണനായിട്ട് പഠിച്ചാൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഒറ്റ മാർക്ക് പോകത്തില്ല. 7:15 മുതൽ 8:30 വരെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് അടിപൊളി ചാപ്റ്ററാണ്, ഇച്ചിരി പഠിക്കാനുണ്ട്, സമയം നന്നായിട്ട് എടുത്തു. 8:45 മുതൽ 9:15 വരെയും മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. 9:15 മുതൽ 9:30 വരെ ബ്രേക്ക്ഫാസ്റ്റ്. 9:30 മുതൽ 11 മണി വരെയും മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. ഇത്രയും സമയം പോരയുടെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്, ബെർണോളിസ് തിയറോ, പാസ്കൽസ് ലോ, ടെർമിനൽ വെലോസിറ്റിയോ, ക്യാപിലാറ്റോ, ഏത് ചാപ്റ്ററും കിണ്ണനായിട്ട് പഠിക്കാം ഇത്രയും സമയത്തിനുള്ളിൽ. ആർക്ക് വേണമെങ്കിലും, ആദ്യം തുടങ്ങുന്നവർക്ക് വേണമെങ്കിലും പഠിക്കാം. 11:15 മുതൽ 12:30 വരെ വർക്ക് എനർജി പവർ. 12:45 മുതൽ 1:30 വരെയും വർക്ക് എനർജി പവർ. അത് കഴിഞ്ഞിട്ട് ലഞ്ച് ബ്രേക്കോ റെസ്റ്റോ, ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങാം, കിടന്നങ്ങ് ഉറങ്ങരുത്. പിന്നെ 3 മണി മുതൽ 4:30 വരെ ചെറിയ ചാപ്റ്ററാണ് ഹീറ്റ്. 4:45 മുതൽ 6:30 വരെ തെർമോഡൈനമിക്സ്. 6:30 മുതൽ 7 മണി വരെ പ്രയർ. ഓക്കെ. 7 മണി മുതൽ 8:30 വരെ തെർമൽ പ്രോപ്പർട്ടീസ്. 1.5 മണിക്കൂർ വെച്ച് തീർക്കാനുള്ള ചെറിയ 3 ചാപ്റ്ററാണ്. 4 മാർക്ക് 4 മാർക്ക് 4 മാർക്ക്. 8:30 മുതൽ 9:15 വരെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഡിന്നർ കഴിഞ്ഞ ശേഷം 9:30 മുതൽ 10:30 വരെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഈ 2 ദിവസം ആകുമ്പോൾ നിങ്ങളുടെ ടെൻഷൻ തീരും. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് തീരാം. ഇനിയും വെറും 3 ചാപ്റ്റർ ഇവിടെ, 3 ചാപ്റ്റർ. 22-ാം തീയതി സൺഡേ ആണ്. നിങ്ങൾക്ക് 5:30 മുതൽ 7 മണി വരെ ഇച്ചിരി കഷ്ടപ്പെടാൻ റെഡിയാണ്. ഓസിലേഷൻസ്. 7:15 മുതൽ 8:45 വരെ ഓസിലേഷൻസ് നല്ലപോലെ എഴുതി പഠിക്കാനും ഒക്കെ ഉള്ള സമയം തീർക്കാം. അടിപൊളിയായിട്ട് എഴുതി പഠിക്കേണ്ട ചാപ്റ്ററാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം 9:30 മുതൽ 11 മണി വരെയും 11:15 മുതൽ 12:30 വരെയും വേവ്സ്, നല്ല വൃത്തിയായിട്ട് വേവ്സും തീർക്കാം.
ഇനി ലഞ്ചും റെസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് 3 മണി മുതൽ 4:30 വരെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ്, 4:45 മുതൽ 6 മണി വരെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് രണ്ടാമത്തെ ചാപ്റ്റർ, ന്യൂട്ടൺസ് ഇക്വേഷനും എല്ലാം ഉള്ള സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസും ഒക്കെ ഉള്ള രണ്ടാമത്തെ ചാപ്റ്റർ. ഇത്രയും കൊണ്ട് തീർന്നു. ഇനി നിങ്ങൾക്ക് മാർച്ച് 22, അതായത് ആ ഞായറാഴ്ച, ബാക്കിയുള്ള സമയമെല്ലാം പിന്നെ ന്യൂമറിക്കൽസ്, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റിവിഷൻ ചെയ്യാം. മാർച്ച് 23 ഉച്ചയ്ക്കാണ് പരീക്ഷ. അന്നും വേണമെങ്കിൽ രാവിലെ 3-4 മണിക്കൂർ എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്യാം. ഒരു ടെൻഷൻ ഇല്ലാതെ പറ്റില്ലോടെ. 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കിടപ്പുണ്ട്. നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്കിനകത്ത് 55 ഇമ്പോർട്ടൻറ്റ് പോയി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ 55 ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് പോകും. എപ്പോഴും ഞാൻ പറയുന്നതാണ്, നല്ല ശതമാനം ക്വസ്റ്റ്യൻസ് അതിന് ചോദിക്കുകയും ചെയ്യും. അന്നേരം എല്ലാ രീതിയിലും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഫിസിക്സ് നല്ല കിണ്ണം കാച്ചയായിട്ട് നിങ്ങൾക്ക് പഠിക്കാം, ടെൻഷനില്ല പഠിക്കാം. ഒന്നും പഠിക്കാത്തവർക്ക് പോലും പഠിക്കാം, പഠിച്ചവർക്കും സൂപ്പറായിട്ട് പഠിക്കാനുള്ള ടൈം ടേബിൾ. ഓക്കെ, അന്നേരം മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത അടിപൊളി വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നെവർ എവർ ഗിവ് അപ്പ്.